നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് കൈവീശി പരസ്പരം സംസാരിച്ചുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ കടന്നുപോയി. ഇനിയും ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരിട്ട് നിങ്ങളെ എല്ലാവരെയും കാണും എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടാകും. സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ദിവസങ്ങൾ വളരെ കുറച്ചാണല്ലോ. ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ നാടിന്റെ വികസനം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം. ഇവിടെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്, യുവതിയുവാക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാർഷിക മേഖല നോക്കൂ, എത്രയധികം കർഷകരാണ് ഇപ്പോൾ പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. ടൂറിസം മേഖലയിൽ ആവശ്യമായിട്ടുള്ള പരിഗണന ഇപ്പോഴും ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോഗ്യ മേഖല, ഒരു രോഗിക്ക് വളരെ എളുപ്പത്തിൽ ഒരു ആശുപത്രിയിൽ കയറി ചികിത്സ നടത്താൻ പറ്റുന്ന സംവിധാനം ഈ മണ്ഡലത്തിലില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ഇടപെടുകയും നാടിന് വേണ്ടിയിട്ട് കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ട കാര്യമാണ്. ഇതില് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് എന്നെ തെരഞ്ഞെടുത്തയച്ചാൽ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അതെ, ഞങ്ങള് വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇത്തവണ കേരളം UDF ഭരിക്കും. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അതെ, ഞങ്ങള് വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഇത്തവണ കേരളം UDF ഭരിക്കും. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അതെ, ഞങ്ങള് വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അവസാനമാണ് ഇവിടെ ഈ ഉണ്ണിക്കൊന്നില് ഇപ്പൊ നമ്മൾ കൂടിയിരിക്കുന്ന ഈ സദസ്സ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ഷമയുള്ള, അതിനേക്കാളും അപ്പുറം മനസ്സിലാക്കലുകളുള്ള ഒരു ജനസമൂഹമാണ് പേരാമ്പ്രയിലുള്ളത്. പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് ഇതേപോലെയായിരുന്നു പാതിരാവിലെ ടോർച്ചെടുത്ത് നിങ്ങളെ പലരും കാട്ടുന്നത്. ഇന്ന് നമ്മളെ പല സ്ഥലത്തുനിന്നും ഇങ്ങോട്ട് എത്താനിരുന്ന സമയം ഇപ്പൊ നമുക്ക്